കെഎസ്ആർടിസി ബസ്സിലെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് കാണാതായതിൽ കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബസ് സർവീസ് നടത്തിയ തൃശൂരിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. എന്നാൽ അന്വേഷണം വെറും പ്രഹസനമായേക്കും എന്നാണ് ഉയരുന്ന വിമർശനം. വിവരങ്ങളുമായി രശ്മി കാർത്തികയുണ്ട്. രശ്മി, കെഎസ്ആർടിസി നൽകിയ പരാതിയിലാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തത്. പക്ഷേ ഈ അന്വേഷണം പ്രഹസനമാകുമോ? കാരണം നിർണായക തെളിവായി മാറേണ്ട ഈ ഒരു മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഡ്രൈവറും പറയുന്നുണ്ട് ക്യാമറ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തമ്പാനൂർ പോലീസിന്റെ ആ ഒരു അന്വേഷണം ഏത് രീതിയിലേക്ക് പോകും കന്റോൺമെന്റ് പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കന്റോൺമെന്റ് പോലീസിന്റെ അന്വേഷണം വെറും പ്രഹസനമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു അത്തരത്തിലുള്ളൊരു വിമർശനമാണ് നിലനിൽക്കുന്നത്. കാര്യം നമുക്കറിയാം, ഈ തുടക്കം മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും MLA കൂടിയായ സച്ചിൻ ദേവും ഇവരുടെ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഡ്രൈവർ യദുകൃഷ്ണന്റെ പരാതിയിൽ ഇതുവരെയും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ തൃശൂരിൽ പോയ ബസ് തിരിച്ച് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരുന്നു. ആ ഒരു സമയത്താണ് പോലീസ് ഇതിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി എത്തിയത്. ആ സമയത്താണ് മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള ഒരു കാര്യം, നിർണായകമായിട്ടുള്ള തെളിവാണ് ഈ മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നത്. ഇതേ തുടർന്ന് പിന്നീട് പോലീസ് ഈ ഒരു കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ, അതായത് നേരത്തെ ബസ് ഈ സംഭവം നടന്നതിന് ശേഷം തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ സർവീസ് നടത്തിയ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. മാത്രമല്ല, യദുകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. താൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ CCTVക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അത് വർക്ക് ചെയ്യുമായിരുന്നു, മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നലെ കൂടി യദുകൃഷ്ണൻ ആവർത്തിച്ചിരുന്നു, ജനം TVയോട് പ്രതികരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യദുകൃഷ്ണനെ വിളിച്ചു വരുത്തി വീണ്ടും മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയിലെ കൂടുതൽ ജീവനക്കാരുടെ മൊഴിയും എടുക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സച്ചിൻ ദേവ് ഈ ബസ് തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ഒരു CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് കുറ്റകരമാണ്. KSRTC ബസ് തടഞ്ഞു നിർത്തുകയും യാത്രക്കാരോട് ഇറങ്ങി പോവാൻ പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് കുറ്റമാണ്. അതായത് സ്വാഭാവികമായും MLAക്കെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹത നിലനിൽക്കുന്നത്. ഏതായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അന്വേഷണം പ്രഹസനമായേക്കുമെന്നാണ് വിവരം. കാരണം ഈ സീബ്ര ലൈനിലൊക്കെ വാഹനം കുറുകെയിട്ട് അത്തരത്തിൽ ഈ ബസ്സിന്റെ യാത്ര തടഞ്ഞതും യാത്രക്കാരെ ഒരുപക്ഷെ സമാന്തരമായൊരു സംവിധാനം ഒരുക്കാതെ ബസ് കൊണ്ടുപോയതുമൊക്കെ അത് വലിയൊരു രീതിയിലുള്ള കുറ്റങ്ങളാണ്. അതിനെല്ലാം കൃത്യമായി CCTV ദൃശ്യങ്ങൾ തെളിവ് നൽകുന്നുണ്ടല്ലോ അല്ലേ രശ്മി? അതിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത്. നടപടി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ല. കാര്യം ഇപ്പോൾ ഈ നേരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നത് പട്ടത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മേയർ ഡ്രൈവറോട് കയർക്കുന്ന സംഭവം ഉണ്ടാകുന്നത് പട്ടത്ത് വെച്ചാണ്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് പട്ടം, പ്ലാമൂട്, PMG, പാളയം ഇവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. അതിൽ നിന്നൊക്കെ മേയർ പല വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. താൻ KSRTC ബസ്സിനെ കുറുകെ തന്റെ കാർ നിർത്തിയിട്ടില്ല എന്നൊക്കെയായിരുന്നു മേയർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് മേയറുടെ വാദങ്ങളെല്ലാം പൊളിയുന്നതാണ് നമ്മൾ കണ്ടത്. മേയർ പറയുന്നത് കള്ളമായിരുന്നു. ഈ KSRTC ബസ്സിൽ തന്നെ മേയറുടെ വാഹനം കുറുകെ നിർത്തിയിട്ടതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിൽ വാക്കുതർക്കത്തിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ അത് മേയറുടെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷെ അവിടെയും ഒരു സംശയമുണ്ട്. ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കഴിഞ്ഞ് ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകുന്നത്. അതും ഈ CCTV ഉണ്ട് എന്നുള്ളത് KSRTC ജീവനക്കാർ KSRTC പോലീസിനെ അറിയിച്ചിരുന്നില്ല. അല്ലെങ്കിൽ പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തണമായിരുന്നു. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചു. ഈ സർക്കാർ സംവിധാനങ്ങൾ മൊത്തത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന വിമർശനം. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു സാധാരണ ചെറുപ്പക്കാരന് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊരു കേസാണെങ്കിലും അതിൽ നിഷ്പക്ഷമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത്. പക്ഷേ ആ രീതിയിൽ ഒരു അന്വേഷണം ഈ കേസിൽ ഉണ്ടാകുന്നില്ല. ഒരു വിഭാഗത്തിന്റെ മാത്രം കേസ് എടുത്തുകൊണ്ട് ഉള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. അതും ഈ കേസിലെ ഏറ്റവും വലിയ
നിർണായകമായിട്ടുള്ള തെളിവാണ് മെമ്മറി കാർഡ്. CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന 16 GB മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് കാണാതായത് തന്നെ വലിയ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് എന്ത് സംഭവിച്ചു, എവിടെയാണത് നഷ്ടപ്പെട്ടത്? ഇത്രത്തോളം ദിവസം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മെമ്മറി കാർഡ് എടുത്തു മാറ്റാനുള്ള സമയവും അവർക്കുണ്ട്. ശനിയാഴ്ച കഴിഞ്ഞ് ഇത്രത്തോളം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതും തൃശ്ശൂരിലൊക്കെ സർവീസ് നടത്തിയാണ് ഈ ബസ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റാനുള്ള ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇനി അന്വേഷണവും ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രശ്മിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.